ാണ് ഹരിജനങ്ങളും ഗിരിജനങ്ങളും. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, ഞാൻ ഇതിനകത്ത് ഞാനുണ്ട്. എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്നുള്ള ആളാണ്. അപ്പം ഇവരാണ് ശരിക്കും ഭഗവാനിൽ നിന്ന് ജനിച്ചവർ. അതാണ് ഹരിജനങ്ങൾ എന്ന് പറയുന്നത്. ഹരിയിൽ നിന്ന് ജനിച്ചവരാണ് ഇവരെല്ലാം. എല്ലാ മനുഷ്യരും, ഇപ്പം ദേവനോ അസുരനോ ആരും ആയിക്കോട്ടെ, എല്ലാം ഭഗവാനിൽ നിന്ന് ജനിച്ച എല്ലാവരിലും ഭഗവാനുണ്ട്. അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഭഗവാൻ 3 രൂപത്തിലാണ് ഓരോ മനുഷ്യരിലിരിക്കുന്നത്. ഒരാൾ നല്ലവനായിട്ടിരിക്കും, അപ്പൊ അവനെ വിഷ്ണു എന്ന് പറയാം. ഒരാൾ മോശമായിട്ടിരിക്കും, അവനെ നമുക്ക് ശിവൻ എന്ന് പറയാം. ഒരാൾ ഒരു സാധാരണ മനുഷ്യനായിട്ട്, ഒരു മതേതരനായിട്ട്, ഒരു ന്യൂട്രലായിട്ടിരിക്കുകയാണ്, അവനെ നമുക്ക് ബ്രഹ്മാവ് എന്ന് പറയാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അല്ലാതെ ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞ് ഭൂമിയിലൊന്നും ആരും എവിടെയും ഇരിപ്പില്ല. അതെല്ലാം മനുഷ്യർ തന്നെയാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാൻ ബാക്കിയുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് ഈ ഇവിടുന്ന് തുടങ്ങി, അതായത് ഈ ശൈവരിൽ നിന്ന് തുടങ്ങി പിന്നെ ബ്രഹ്മരിലെത്തി, വൈഷ്ണവരിലെത്തി, അതിനുശേഷമാണ് ഒരു വിഷ്ണുയോഗി എത്തുന്നത്. വിഷ്ണുയോഗി എന്ന് പറഞ്ഞപ്പോ ഞാനാണ് ഈ ഭൂമിയിൽ ആകെ ഒരു വിഷ്ണുയോഗി ഉള്ളത്. അപ്പൊ എന്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ഭഗവാൻ ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്കിതെല്ലാം കാണാം. ഇതെല്ലാം ഭഗവാനോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇവരെ മുഴുവനും കാണാം. മേളിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കിയാൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുള്ളൂ. ഇത് 2007 എനിക്ക് ആത്മദർശനം കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞാലേ. എനിക്കിതാരും പറഞ്ഞു തന്നെയൊന്നുമല്ല. ഇതെല്ലാം ഭഗവാൻ ഉള്ളിൽ നിന്ന് നമ്മളെ കാണിച്ചു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഒരു വിഷ്ണുയോഗിയുടെ പൊസിഷൻ ഇവിടെയാണ്. വിഷ്ണുയോഗി ഒന്നേ ഉള്ളൂ. പക്ഷെ ശിവയോഗികൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ശിവയോഗികളുണ്ട്, ശിവ സന്യാസിമാരുണ്ട്. അതിൽ വിഷ്ണുവിലും ഒരുപാട് സന്യാസിമാരുണ്ട്. ക്രിസ്തുമതത്തിലൊക്കെ നമുക്കറിയാമല്ലോ, ഒരുപാട് അച്ഛന്മാരും ഒരുപാട് സന്യാസികളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് നല്ല ഊർജ്ജമുള്ളവരാണ്. അവരൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അവരെടുത്ത് ഒരു മൂലയിലെങ്ങും പോയി ഒരു ഗുഹയിലൊന്നും ഇത് തപസ് ചെയ്യുന്നവരല്ല. അവർക്ക് എല്ലാ ഫീൽഡിലും ജോലി ചെയ്യുന്നവരാണ്. കാരണം അവർക്ക് പോസിറ്റീവ് ഊർജ്ജമാണ്. അവര് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നല്ലതായിട്ട് ജോലി ചെയ്യാനുള്ള ഊർജ്ജമുണ്ട്. ഇവിടെ ഡാൻസുകാരും പാട്ടുകാരും ഒക്കെ അച്ഛന്മാരും സന്യാസിമാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ഹിന്ദുമതത്തിലോ അല്ലെങ്കിൽ ഒരു ശൈവ സന്യാസി നോക്കിക്കഴിഞ്ഞാൽ അവരിൽ ഒരു കലാകാരനോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അതിനുള്ള ഊർജ്ജമില്ല. അവരുടെ ഊർജ്ജം നെഗറ്റീവ് ആണ്. അപ്പം ഏകദേശം കാര്യങ്ങൾ പിടിപെട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ നമ്മൾ പറയുന്നത് സ്പിരിച്വൽ പിരമിഡ് എന്നാണ്. അതിനെ 3ആയിട്ട് വിഭജിച്ചിരിക്കുന്നു: വൈഷ്ണവര്, ബ്രഹ്മര്, ശൈവര്. ശൈവരിൽ ഏറ്റവും താണതാണ് ഈ ഹരിജനങ്ങളും ഗിരിജനങ്ങളും എന്ന് പറയുന്നത്, ദളിത് എന്ന് പറയുന്നത്. ഇതാണ് അടിസ്ഥാന വർഗം. പക്ഷെ ഇതാണ് ശരിക്കും നമ്മുടെ പൂർവികർ. നമ്മളെല്ലാം ജനിച്ചിരിക്കുന്ന ഇവരിൽ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് പോയ ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇത് നമ്മൾ തല മറന്നൊരിക്കലും എണ്ണ തേക്കാൻ പറ്റില്ല. ഇവര് നമ്മുടെ എല്ലാമാണ്, നമ്മുടെ പൂർവികരാണ്. നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത്. അപ്പൊ നമ്മൾ ഇവരെയും എല്ലാവരെയും അംഗീകരിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. ഇതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.